അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയ, എത്രത്തോളം വാഹനങ്ങൾ അവിടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി. മലപ്പുറം ജില്ലയിലെ സുപ്രധാനമായ ഒരു ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോൾ വളരെ ദുഃഖം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കൾക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏകദേശം നല്ലൊരു ശതമാനം ആളുകൾക്കും ക്യാൻസർ എന്ന രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. ഇത് എങ്ങനെ വന്നു അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നതിനെപ്പറ്റി നാം ആരും ശ്രദ്ധാലുക്കളല്ല. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ എത്രത്തോളം വിഷം നിറഞ്ഞതാണ് എന്ന് എനിക്കും നിങ്ങൾക്കും ഇന്ന് വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. എന്നാലും നാം അതിനെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു ഭക്ഷ്യവസ്തുക്കളെ പറ്റി നാം ആരും തന്നെ ശ്രദ്ധിക്കാറില്ല. അതിനൊരു പരിഹാരം, ഈ ഹോസ്പിറ്റൽ കേസ് പിന്നെ ഒരു പരിഹാരം കാണണമെങ്കിൽ നാം തന്നെ വിചാരിക്കണം. എന്താണ് എന്ന് എൻ്റെ അഭിപ്രായം പറയുകയാണ്. എന്തെന്നാൽ 10 വീടുകളുണ്ടെങ്കിൽ, നമ്മുടെ അയൽവക്കത്ത് 10 വീടുകളുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിലുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും സുഭിഷ്ടമായി പച്ചക്കറി കഴിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കും. ആയതുകൊണ്ട് ഓരോ കുടുംബിനികളും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. നാം ചെയ്യുന്ന കൃഷി ഏതായാലും നമ്മൾക്ക് കിട്ടുന്ന വിളവ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം വളരെ വലുതായിരിക്കും. ആയതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിക്കുക. ഞാനിത് പറയാൻ കാരണം, ഞാൻ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്രയും താല്പര്യത്തോടു കൂടി ഞാൻ ഈ വിഷയം പറയുന്നത്. എൻ്റെ വീട്ടിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ആവശ്യമുള്ള ഒരു വർഷത്തേക്കുള്ള മീൻ ഞാൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ പാല്, അതിന് ആടിനെയും അതുപോലെ തന്നെ പശുവിനെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വെണ്ണ, നെയ്യ്, മോര് ഇവയെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുമുണ്ട്. പച്ചക്കറികളാണെങ്കിലും നാടൻ പച്ചക്കറി രീതികളാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കാറ്. അതുപോലെ തന്നെ സാമ്പാർ മസാല ഇവയെല്ലാം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കാറുണ്ട്. ആയതുകൊണ്ട് മാത്രമാണ്, ഞാൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. എല്ലാവരും ഈ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു പരിധിവരെ അസുഖങ്ങളെ നമുക്ക് അകറ്റി നിർത്താം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും. ഒരു കോഴിയെയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ വളർത്താൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അത് മനസ്സിലാക്കി എല്ലാവരും ഈ രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.